നിനക്കൊരു കുടം കുളിരുമായി. ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ, ഓ നരൻ, ഞാനൊരു നരൻ. നിങ്ങളെല്ലാരും വിചാരിച്ചിട്ടുണ്ടല്ലേ ഞാൻ ഈ കണ്ണടയൊക്കെ വെച്ചേക്കുന്ന സ്റ്റൈലിലാണെന്ന്? എത്ര പേര് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്ന്? ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാരും അങ്ങനെ തന്നെ വിചാരിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്റെ മുഖമൊക്കെ കണ്ടോ നീര് വന്ന് വീങ്ങിയിരിക്കും. അടി കിട്ടിയതല്ല. ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയും എനർജറ്റിക് ആയ ഒരു ഗ്യാങ്ങിനെ കാണാൻ പറ്റുന്ന ഒരു അവസരം മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ്, ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇത്രയും വേദനയൊക്കെ സഹിച്ചിട്ടാണെങ്കിലും ഞാൻ വന്നത്. അതിന് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കണം. നിങ്ങളെല്ലാം അതന്നെയല്ലേ എല്ലായിടത്തും. പക്ഷെ അങ്ങനെ അതാണ് ധ്യാൻ ചേട്ടൻ പറയുന്നത് കേൾക്കാനാണ് എല്ലാവരും എക്സ്ട്രാ മൈക്ക് കൊടുക്കണമല്ലോ. അതാണ്. അപ്പൊ ഏതായാലും ഫെബ്രുവരി 28-ാം തീയതി ഇറങ്ങാൻ മറക്കുമോ ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ? എനിക്ക് അപ്പൊ എന്റെയൊക്കെ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് എനിക്ക് ഇത്രയും ആത്മവിശ്വാസം തന്ന ഈ ധ്യാനാണെങ്കിലും വിളിച്ചു. അതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തിൽ സംവിധായകൻ വിനയൊക്കെ വീണയ്ക്ക് പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ധൈര്യത്തിന്റെ പുറത്തൊക്കെയാണ്. അങ്ങനെയല്ലേ ജീവം? പക്ഷെ അങ്ങനെയല്ല. എന്റെ സിനിമ ഞാൻ എങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കില്ലേ? അവിടെ വേറെന്തോ പരിപാടി നടക്കുന്നുണ്ടല്ലോ. ആണോ? അവിടെ എന്താ നമ്മളിരുത്താത്ത? ഇതിലും ആളവിടാ. നമുക്ക് പയ്യെ നടന്ന അവിടോട്ട് പോയാലോ? അവിടെ ആളില്ല. അവര് ഒറ്റയ്ക്ക് കളിക്കുകയാണോ അവിടെ കിടന്ന്? അല്ല, നിങ്ങളെന്താ വീട്ടിൽ പോവാത്തെ? അല്ല, വാലന്റൈൻസ് ഡേ ആയിട്ട് വീട്ടിൽ പോവാനാണോ ബാക്കിയുള്ള? അപ്പൊ എനിക്ക് തോന്നുന്നു സിംഗിൾസ് ആണോ ഇവിടെ കൂടുതൽ? ആണോ? സിംഗിൾസ് ആണോടാ? മാരീഡ് ആൻഡ് സിംഗിൾ അല്ലേ? അതല്ലേ ധ്യാൻ ചേട്ടാ, ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് ധ്യാൻ ചേട്ടന്റെ കൂടെ പാട്ട് പാടാനായി ഇവിടെ ഒരാൾ റെഡിയായി നിൽക്കുന്നുണ്ട്. സോ കെൻ ഐ ഇൻവൈറ്റ് ഹർ? അപ്പോഴേക്ക് പാട്ട് ആയോ സമയം? അല്ല, നിങ്ങള് ശരിക്കും എല്ലാവരും ഒരാള് പോലും ഈയിടെയായിട്ട് ഇവിടെ പോലും സിംഗിളാ ആൾക്കാര്? അതാണോ പുതിയ? എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ പോയ മിക്ക ആൾക്കാരും നിന്നെ കണ്ടാലും എനിക്ക് തോന്നി നിന്നെ കണ്ടറിയാം നീ സിംഗിൾ അല്ല. ഡബിള്. ഞാനും നിന്നെ പോലെ ആയിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ പോയ ആൾക്കാരായിരിക്കണം വീട്ടിൽ പോകുവാണെന്ന് പറഞ്ഞ് അല്ലേ? അത് നിങ്ങൾ നല്ല പിള്ളേരാ. കണ്ടാലും സിംഗിൾസിനോടുള്ള നിന്റെ റിലേഷൻഷിപ്പ് അഡ്വൈസ്? സിംഗിൾ ആയിരിക്കൂ, തുടരരുത്. നിങ്ങളുടെ ചോയ്സ് ആണോ സിംഗിൾ ആയിരിക്കുന്നത്? അതല്ലോ കിട്ടാത്തോണ്ടാണോ? ഇവിടെ അത്ര നല്ല പിള്ളേരില്ലേ? ആമ്പിള്ളേരില്ലേ? നല്ല ആമ്പിള്ളേരില്ലേ? തിരിച്ച് നല്ല പെമ്പിള്ളേരില്ലാന്നാണോ പറഞ്ഞേ? രണ്ടും ഒരേ അവസ്ഥയാണല്ലോ. എടാ, അത്ര കുഴപ്പമില്ലല്ലോടാ. അല്ല, ആമ്പിള്ളേരില്ലാത്താണോ പ്രശ്നം? എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അത് ഇതുപോലെ ഭാരത് മാതാവിന്റെ കോളേജിൽ നല്ല ആമ്പിള്ളേരില്ല എന്ന് പറയുന്നത് നാണക്കേടല്ലേ? അല്ലേ? ഒരാളും ഒന്നും. ഞാൻ ചേട്ടാ ഒരു മിനിറ്റ്. ഞാൻ ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിസി കാച്ചപ്പള്ളി ആൻഡ് അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ കെയും രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സോ രണ്ട് വാക്ക് സംസാരിക്കാനായി ഞാനിതാ മൈക്ക് ഞങ്ങളുടെ ലിസി മാമിന് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്ലീസ്. എല്ലാവർക്കും വേണ്ട അതാണ്. ആ പാടലെന്നാ പറഞ്ഞേ?
അല്ലല്ല, ഇന്നത് പാടണം. കാര്യം ഇന്ന് രാവിലെ അത് പാടിയിട്ട് സാധനം ഹിറ്റാ. ഇന്നത് കയ്യിൽ പോകത്തില്ല. ഇന്നത് കീച്ചണം. ഇന്ന് കീച്ചില്ല, വേറെ ഒരിക്കലും കീച്ചില്ല. ഇന്ന് കീച്ചണം. കൊറേ സ്ഥലത്ത് പാടി. ഞാപകം വേണോ? ഞാപകം ശരിയാക്കി തരാം. ഇല്ല, ഞാപകം അവർ ഇറങ്ങാൻ നേരത്ത് വേറൊരു വീഡിയോയില് കണ്ടു. വേണ്ട, അത് ഞാപകം വേണ്ട. നിനക്ക് വേണോ ഞാപകം? ഞാൻ തരുന്നുണ്ട് ഞാപകം. അമ്മപ്പോഴേ നീ പാട്. ഇത് കൊറേ സ്ഥലത്ത് പാടി മക്കളെ. നീ പറഞ്ഞ ഞാൻ പാടും, അല്ലെങ്കിൽ ഇവൻ ചിലപ്പോ എന്നെ തല്ലും. പ്ലീസാ, നീ റബലാണല്ലോ ഇവിടുത്തെ. തോന്നി പാടറാ. അല്ലേ പാടുമോളെ. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണനായി നാടിനു മുഴുവൻ സ്വന്തമായി എൻ ജീവനിൽ വളരു നീ. കുടിമേയുവാൻ മുകിലുകൾ അതിൽ മാറി വിളിച്ചു വരുക നിനക്കൊരു കുടം കുളിരുമായി. മഴമണി മരമരവ ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ. ഓ നരൻ, ഞാനൊരു നരൻ. ഇത്രയും മനോഹരമായി പാടി നമ്മുടെ ധ്യാൻ ചേട്ടന് ആദ്യത്തേക്ക് ഒരു നല്ല കൈ. ഓക്കെ, സോ ആരാണ് ആദ്യം വരുന്നത്? അവൻ വരട്ടെ. നീ വാ, നിനക്ക് എന്തോ എന്നോട് ചോദിക്കാനുണ്ടല്ലോ. നിനക്ക് ആരാ അത്? വാ. എടാ വാ, നീ വാ. ധ്യാൻ ചേട്ടാ, ഒരു എന്താ question പ്രശ്നം? ചോദിച്ചോട്ടെ? ധ്യാൻ ചേട്ടാ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? സോ ഈ സിനിമ കാണാനുള്ള 3 റീസൺസ് എന്താണ്? പോരാതെ ഇങ്ങനെ ഒരു പേരിടാൻ കാരണം എന്താണ്? ആപ്പ് കൊണ്ട് ബേസിക്കലി ആപ്പ് കേസേഹോ എന്നാണ് ഉദ്ദേശിച്ചത്. ആപ്പ് കൊളോക്കിലി നമ്മൾ ആപ്പ് അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു ക്യാരക്ടർ, ഹിന്ദി സംസാരിക്കുന്ന പ്രധാന കഥാപാത്രം, ഹിന്ദി സംസാരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ അത് അതിനെ റിവോൾവ് ചെയ്തിട്ടാണ് സിനിമ. അതുകൊണ്ടാണ് ഹിന്ദി ടൈറ്റിൽ ഇടാൻ കാരണം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അതിൽ തന്നെയുള്ള ചോദ്യം എന്തായിരുന്നു? 3 റീസൺ. പ്രധാന മോളെ ചോദിച്ചിട്ട് നീ എങ്ങോട്ടോ നോക്കിയിരിക്കുക. ഒന്നാമത്തെ റീസൺ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അത്യാവശ്യം ചിരിക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അവരൊക്കെ ഉണ്ട്. പിന്നെ അച്ഛനുമായിട്ട് എനിക്കൊന്ന് ആദ്യമായിട്ട് അഭിനയിക്കുന്ന, ഇതിവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. രമേശ് ഏട്ടൻ, അജു, സൈജു കുറുപ്പ്, സുധീഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുള്ള സിനിമയാണ്. അപ്പം അവർക്കൊന്നും ഇവിടെ വരാൻ കഴിഞ്ഞില്ല. അപ്പം ചെറിയൊരു സിനിമയാണ്. എന്തായാലും സ്ഥിരം പരിപാടി ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എഴുതിയ സിനിമയും കൂടെ ആയതുകൊണ്ട് സ്ഥിരം പരിപാടി ആവില്ല. രസമുള്ളൊരു സാധനമായിരിക്കും. അത് തന്നെ, വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും. താങ്ക് യു ധ്യാൻ ചേട്ടാ. ഇതിന്റെ മൂവി നമ്മൾ പോയി കാണല്ലേ? കാണടാ. ഇത് വർഷങ്ങൾക്ക് ശേഷം ഓടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. കാണണേ ബോയ്സ് അറ്റ് ദ ബാക്ക്. എന്നാ റിലീസ് ഡേറ്റ്? അപ്പൊ എന്തായാലും കാണും, എല്ലാരും കാണും. സോ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ആരാ വരുന്നത്? അവനോട് ചോദിക്കും. ഏറ്റവും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരു വാലന്റൈൻസ് ഡേ പറയാമോ? പറഞ്ഞ ചേച്ചി അല്ല, ചേച്ചിയായിട്ടായിരിക്കും. ഒരിക്കലല്ലോ, വേറെ ആരും. രാവിലെ മുതല് സെന്റ് റീസാസ്, സെന്റ് സേവിയേഴ്സ്, BMC കളിയാ. അതെ, ഏറ്റവും നന്നായിട്ട് എല്ലാ വർഷവും പിന്നെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും ഒരു ഡിന്നർ കഴിക്കാൻ പോകാറുണ്ട്. ഇന്നും വൈകുന്നേരം ഡിന്നർ കഴിക്കാൻ പോകും. അത്രേ ഉള്ളൂ. കാണാറുണ്ടോ? അതാണ് പറഞ്ഞായിട്ട് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ സെലിബ്രേഷൻസ് കാണാം. സെറ്റായിട്ടുള്ള ഇത്തവണ
ഭാര്യ മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. വൈകിട്ടാകുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ 3 കോളേജിൽ പോയിട്ടുണ്ട്. ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇൻസ്റ്റയിൽ ആരെങ്കിലും തരുമായിരിക്കും. ആയിക്കോ ശ്രമിക്കുന്നുണ്ട്.